ഇത് അഖിലിൻ്റെയും മേഘയുടെയും കല്യാണ ആൽബമാണ്. കല്യാണം കാണാത്തവർക്ക് ഈ ആൽബം കാണാം. എന്തൊക്കെ ബഹളമാണെന്നോ. നമ്മുടെ നാടോടിക്കാറ്റിൽ ക്യാപ്റ്റൻ രാജുവിൻ്റെ കഥ പറഞ്ഞ പോലെയാണ്. ഇത് ഇത്തിരി കടന്ന കൈയാണ് ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കുറേ കാശുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അഹങ്കാരത്തിലാണ് ഈ കല്യാണം ഇതുപോലെ അടിപൊളിയാക്കിയത്. ഇവരൊരു 9 ആൾ 10 ആൾ ഒരു ടീമാണ്. ആ ടീമാണ് ഈ വീഡിയോ എല്ലാം എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അഭിനയിക്കുന്നതും എല്ലാം ഇവരൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്ന കാശിന് ഇവർക്ക് എല്ലാവർക്കും ശമ്പളമുണ്ട്. പക്ഷേ ആ കല്യാണത്തിന് ആ 9 ആൾ ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് എന്താ ആഹ്ലാദം നോക്കിയേ. ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് തീരാനുള്ളതെന്ന് അറിഞ്ഞില്ലെങ്കിലോ, അതൊക്കെ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അതൊക്കെ നിമിഷ നേരം കൊണ്ട് തീരുന്നുള്ളത്. പക്ഷേ നമുക്കിപ്പോൾ അതൊക്കെ കണ്ട് ചിരിക്കാം. ഇത് കല്യാണ ആൽബം കാണാത്തവർക്ക് ഫുള്ളായിട്ട് നമ്മളിത് വെച്ച് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ദുഃഖസ്മരണയാണ്. ഇനി വല്ലപ്പോഴും നമ്മുടെ അഖിലിന് എടുത്തൊന്ന് കാണാലോ. എൻ്റെ ഒരു കല്യാണമായിരുന്നു, എൻ്റെ ഭാര്യ ഇതുപോലെ തന്നെ ഒളിച്ചോടി പോയ ഒരു കല്യാണമായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഈ 9 ആളുടെ സന്തോഷം നോക്കി. അതിപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലും ഉണ്ടാവും. നമ്മുടെ ഒരു കൂട്ടുകാരനാവുമ്പോൾ ആ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് ഇങ്ങനെ വരുമ്പോൾ നമുക്കെല്ലാവർക്കും വലിയൊരു സന്തോഷം ഉണ്ടാവും. പക്ഷേ ഇത് ഈ നാട്ടുകാർ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടുകാരെ അടുത്ത് അന്വേഷിച്ചപ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഖിലിന് കുറച്ച് അഹങ്കാരം കുറച്ച് കൂടുതലാണെന്നാണ് പറഞ്ഞത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പുത്തമ്പണക്കാരെ പറ്റി പറയില്ലേ, ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തവരാന്ന് പറയണ പോലെ കുറേ കാശുണ്ടാകുമ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിന്ന് അഹങ്കരിക്കുക എന്ന ഒരു തോന്നൽ അവിടുത്തെ നാട്ടുകാർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നമ്മുടെ സോഷ്യൽ മീഡിയ കാണാത്ത അത്ര ഒരു വലിയൊരു കല്യാണം ഇവിടെ ഉണ്ടായത്. എന്തൊക്കെയുണ്ടെങ്കിലും ലേഖയുടെ മുഖത്ത് ഒരു കല്യാണത്തിൻ്റെ ഒരു സന്തോഷം നമ്മൾ കാണാറില്ല. നമ്മൾ നന്നായി ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. ബാക്കി എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. മേഘ അതൊരു വലിയൊരു സന്തോഷമായിട്ട് മുഖത്തില്ല. ഇങ്ങനെ വർത്തമാനം പറയണമെങ്കിലും ഇത് മേഘയുടെ അമ്മയാണ്. മേഘയുടെ അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കല്യാണത്തിലുള്ളതാണ് മേഘ. അങ്ങനെ ആദ്യത്തെ കല്യാണത്തിൽ ഈ അച്ഛൻ സ്റ്റെപ്പ് ഫാദറാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണ് കൈ പിടിച്ച് കൊടുത്തതും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത്. അവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളും വഴക്കും കോടതിയും ഒക്കെ ഉണ്ടായതിന് ശേഷമാണ് അച്ഛനും അമ്മയും തമ്മിൽ ഡൈവേഴ്സായത്. അപ്പോൾ അതെ, സുന്ദര മുഹൂർത്തം, താലി കെട്ടി. ഇനിയിപ്പോൾ എന്തൊക്കെയുണ്ടെങ്കിലും ഡൈവേഴ്സ് നിയമപരമായിട്ട് മേടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. താലി കെട്ടിയതാണ്. ഇനിയിപ്പോൾ ഒരാളുടെ കൂടെ പോയാലും നമുക്കത് ഒരു ഡൈവേഴ്സിലേക്ക് തന്നെയാണ്. എന്നാലാണ് ഇനി അഖിലിന് വേറെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. മേഘയ്ക്ക് ഇനിയിപ്പോൾ അനൂപിനെ കല്യാണം കഴിക്കണമെങ്കിൽ തന്നെ ഈ ഡൈവേഴ്സ് വാങ്ങിയിരിക്കണം, നിയമപ്രകാരം വാങ്ങിയിരിക്കണം. ഒളിച്ചോടലും കാര്യച്ചോടലൊന്നും നിയമത്തിന് മുമ്പിൽ അതൊന്നൊരു ഇതിൽ വരില്ല. കല്യാണത്തിൻ്റെ മാലയൊക്കെ ഭംഗിയായിട്ട് ഇടുന്നത്, ഇപ്പോൾ ചെറിച്ചിട്ട് തന്നെയാണ് ഇടുന്നത്. പക്ഷേ മനസ്സിലെന്താണെന്ന് നോക്കിയാൽ മനസ്സിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഇത് കാണുമ്പോൾ നമ്മൾ ആലോചിക്കല്ലേ, ഉമ്മ കൊടുക്കണം കേട്ടോ. ഉമ്മ കൊടുത്തു. അപ്പോഴേക്കും അവിടെ നമ്മുടെ 9 പേരുടെ സന്തോഷത്തിന് അവരെന്തൊക്കെയോ ചോന്ന് കൊണ്ടുവരുന്നുണ്ട്. അവർ എല്ലാവരും ആഹ്ലാദിക്കുക. ഭക്ഷണം എല്ലാവരും അടിപൊളിയായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുക. 9 പേരുടെ സന്തോഷമാണ് ഈ ആൽബത്തിൽ എടുത്ത് കാണിച്ചിരിക്കുന്നത്. മറ്റുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ 9 പേർക്കാണ് ഭയങ്കര സന്തോഷം. അവർ 9 പേര് ഇന്നവരെ ഒരു കമൻറ്റിന് മറുപടി പറയുമോ എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് ഒരു ചർച്ച ചെയ്യുമോ ഇന്നവരെ ഉണ്ടായിട്ടില്ല. അവരെല്ലാവരും നിശബ്ദമാണ്. അവർക്കൊക്കെ ഒരു ഷോക്കാണ്. അതാണ് ഈ നിശബ്ദമായിട്ടിരിക്കുന്നത്. എന്തോ കുറേ സ്വർണ്ണം ഉണ്ട് കേട്ടോ. ഒരു 10-100 പാവെങ്കിലും ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞപ്പോൾ മേഘയുടെ വീട്ടുകാരും ഇത്തിരി ചില്ലറയ്ക്കുള്ള ആൾക്കാരുണ്ട്. ഇത് നമ്മുടെ മധുവിധ രാത്രി, ആദ്യ രാത്രി ഇരുന്ന് ഷൂട്ടിങ്ങിനൊക്കെ ഒരുത്തൻ അവനെ പിടിച്ച് പുറത്താക്കിയിട്ട് വേഗം അഖിലിനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി മേഘം അഖിലെ അവിടെ കാത്തു നിൽക്കുക. എല്ലാവരും ഭയങ്കര ക്ഷീണത്തിൽ കാത്തു നിൽക്കുക. കല്യാണമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മധുരാത്രിയിലേക്ക് മൂപ്പരങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇടണം. മൂപ്പര് ആകെ ടെൻഷനായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ എന്തിനാടാ പെണ്ണുണ്ടായാലും ജീവിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് പെണ്ണ് വേണ്ട. എന്നെ അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവക്ക് പോയി, എനിക്കോ സങ്കടമോ? നീ എന്ന് വെച്ചേ സങ്കടപ്പെടാ. ഞാനൊരു അൽഫാം മേടിച്ചാൽ കഴിക്കും, അത്രേ ഉള്ളൂ.